സുഹൃത്തുക്കളെ, ഞാനൊരു കൃസംഗി വീഡിയോയുടെ താഴെയിലോട്ട് ഇങ്ങനെ പോയപ്പോൾ ഒരാൾ, വളരെ പാവപ്പെട്ട ഒരു മനുഷ്യൻ, ഇവരുടെ വീഡിയോ കേട്ടിട്ട് ആള് ആകെ നിരാശയിലാണ്. അപ്പോൾ പാകിസ്ഥാന് ഇന്ത്യ യുദ്ധം വേണ്ട, പരസ്പരം നാശമുണ്ടാവും, അതുകൊണ്ട് യുദ്ധം ആഗ്രഹിക്കരുതെന്നാണ് കൃസംഗി പോലും പറയുന്നത്. അപ്പോൾ അടിയിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഗസ്വ ഹിന്ദ് മുസ്ലിങ്ങൾ കീഴടക്കുന്ന ഭയന്ന് ജീവിക്കേണ്ടി വരില്ലേ എന്നുള്ള ഒരു വിഷമം അയാൾ പ്രകടിപ്പിക്കുകയാണ് അവിടെ. അപ്പോൾ അത് ആത്മാർത്ഥമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ഗസ്വായ ഹിന്ദ് എന്നുള്ള സാധനം ഉണ്ടോയെന്ന് ചോദിച്ചാൽ, ഗസ്വായ ഹിന്ദ് ഞാൻ അങ്ങനെ അടിച്ച് വന്നതാണ്. അപ്പോൾ അതിൽ ഹദീസുകളിലുണ്ട് ആ സാധനം. പക്ഷേ ആ ഹദീസ് എന്ന് പറഞ്ഞാൽ ദഈഫാണ്. അത് പ്രാമാണികമല്ലാത്ത ഹദീസുകളാണ്. സഹീഹുണ്ട്, ഹസനുണ്ട്, ദഈഫുണ്ട്. സഹീഹ് എന്ന് പറഞ്ഞാൽ ആ ഹദീസുകൾ എടുക്കണം, അങ്ങനെയുള്ള ഹദീസുകളൊന്നും എടുക്കാറില്ല. കാരണം മതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അത് നമുക്ക് മിക്കവർക്കും അറിയാം. ഈ ഒരേ മതത്തിൽ തന്നെ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ഈ ബൈബിളിൽ പല സാധനങ്ങളും ചില ക്രിസ്ത്യാനി, ഇതൊരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ്, ആരും എടുക്കാറില്ല. എന്തായാലും ആരും ഈ ഹദീസ് എടുക്കാറില്ല, ദഈഫാണ്. ഇനി സഹിഹായാൽ തന്നെ ആ ഹദീസുകൾ പലരും എടുക്കാറില്ല. സ്ത്രീകൾ പള്ളിയിൽ കയറണമെന്ന് ഹദീസുകളുണ്ട്, പക്ഷെ കേരളത്തിലെ മിക്ക ആളുകളും അത് എടുക്കാറില്ല. ഇനി എത്ര തീവ്രനായ മുസ്ലിം ആയാലും അവന് ഈ ഹദീസ് എടുക്കാൻ പറ്റില്ല, കാരണം ഇത് ദഈഫാണ്. ഹദീസ് ഉണ്ടാക്കിയ നബി മരണപ്പെട്ട് 200 വർഷത്തിന് ശേഷമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഹദീസ് ഗ്രന്ഥങ്ങൾ എഴുതപ്പെടുന്നത്. ഒരുപാട് തലമുറകൾ, എന്തായാലും 5, 6, 8 തലമുറകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇവരിൽ നിന്നും കേട്ടു, ഇവരിൽ നിന്ന് കേട്ടു, ഇവരിൽ നിന്നും കേട്ടു, ഇവരിൽ നിന്ന് കേട്ടു, അത് ഞാൻ എഴുതി എന്നതാണ് അതിലിങ്ങനെ പറയുന്നത്. അപ്പോൾ അതിൽ കറാഹത്ത് പോലും, അതായത് ഇസ്ലാമിൽ ഫർള്, സുന്നത്ത്, കറാഹത്ത്, ഹറാം, ഹലാൽ എന്നൊക്കെ പറഞ്ഞൊരു സംഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ അനിഷ്ടകരമായൊരു കാര്യം പോലും ചെയ്യാത്ത ആൾ റിപ്പോർട്ട് ചെയ്തത് ആയിരിക്കണം ഹദീസുകൾ എന്നാണ് പറയുന്നത്. അത് കോമഡിയാണ്, അതെങ്ങനെ ചെക്ക് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല. മരണപ്പെട്ട ഒരാൾ എങ്ങനെ ജീവിച്ചിരുന്നു എന്നൊക്കെ കേട്ടറിവിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ടിപ്പു സുൽത്താൻ എങ്ങനെ ജീവിച്ചിരുന്നു എന്നൊരു രാജാവ് ആയിരുന്നു, അയാളുടെ ചരിത്രങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നു. പക്ഷേ അയാൾ 24 മണിക്കൂറും എങ്ങനെ ജീവിച്ചിരുന്നു എന്ന് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഞാൻ 24 മണിക്കൂർ എങ്ങനെ ജീവിക്കുന്നു എന്ന് മറ്റുള്ളവർക്ക് അറിയാൻ പറ്റില്ല. CCTV ഒന്നുമില്ല, അത് വേറെ വിഷയം. ഇനി ഗസ്വായ ഹിന്ദ് ഈ ഗ്രന്ഥങ്ങൾ ഉണ്ട് എന്നത്, അല്ലെങ്കിൽ അത് പ്രാമാണികമാണ്, അങ്ങനെ മുസ്ലിങ്ങൾ കീഴടക്കും എന്ന് വിചാരിക്കാമെന്നിരിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു തരാം. ഇതാണ് മുഹമ്മദിൻ്റെയും നബിയുടെയും ഖലീഫമാരുടെയും സാമ്രാജ്യത്തിൻ്റെ മാപ്പ്. അപ്പോൾ ഈ ബ്രൗൺ കളറിൽ കാണുന്നതാണ്, കട്ടിയിൽ കാണുന്നതാണ് മുഹമ്മദ് നബി ഉണ്ടാക്കിയ സാമ്രാജ്യം. ആ സമയത്ത് ഈ ഭാഗത്ത് റോമയും ഈ ഭാഗത്ത് പേർഷ്യയാണ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പാകിസ്ഥാൻ കീഴടക്കിയാൽ, അപ്പോൾ പാകിസ്ഥാനിലെ കശ്മീർ, ആസാദ് കശ്മീർ മാത്രമല്ല, അപ്പോൾ അവിടെ ഭരണകൂടം തകരും. അപ്പോൾ നമുക്ക് പാകിസ്ഥാൻ മൊത്തം കീഴടക്കിയിട്ട് അവിടെ ഭരണകൂടം സ്ഥാപിക്കേണ്ടി വരും, അല്ലേ? നമ്മൾ ഇപ്പുറത്ത് ചൈന കീഴടക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ചൈന ഒരു സ്ഥലം മാത്രമല്ല, അപ്പോൾ അവിടുത്തെ ഭരണകൂടം തകർന്നു. അപ്പോൾ അവിടെ നമ്മൾ ഒരു സാധനം തകർക്കുമ്പോൾ അവിടെ ഒരു ആൾട്ടർനേറ്റീവ് സിസ്റ്റം കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അത് തന്നെയാണ് ഇസ്ലാമിൻ്റെ, അവർ പറയുന്നതിനനുസരിച്ച് അങ്ങനെയാണ് അവിടെ സംഭവിക്കുന്നത്. അതായത് ഇവിടെ മുമ്പ് ഇതൊരു ആർക്കും വേണ്ടാത്തൊരു പ്രദേശമായിരുന്നു. പിന്നെ ഇവിടെ മുഹമ്മദ് ഒരു സാമ്രാജ്യം ഉണ്ടാക്കുന്നു. അപ്പോൾ ഇസ്ലാമിൻ്റെ ചരിത്രം അനുസരിച്ചിട്ടാണ് പറയുന്നത്. റോമക്കാരും പെർഷ്യക്കാരും ഇസ്ലാമിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ ആ 2 സാമ്രാജ്യങ്ങളെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ ആ പ്രദേശങ്ങൾ മൊത്തം ഇസ്ലാം കീഴടക്കുകയാണ് ചെയ്യുന്നത്. ഉസ്മാന്റെ കാലഘട്ടത്തിൽ ഉസ്മാൻ പറയുന്നുണ്ട്, സിന്ധു നദിക്കപ്പുറം പോകരുത്. ഈ സിന്ധു എന്ന് പറയുന്ന അതിൻ്റെ തീരത്ത് താമസിച്ചിരുന്ന ആൾക്കാരാണ് അറബികളുടെ ഭാഷയിൽ ഹിന്ദുക്കൾ. അത് ഞാൻ ഇയാളോട് നമുക്ക് ചോദിക്കാം. ആരോട്? ChatGPT ഇട്ടിട്ട് ചോദിക്കാം. ഖലീഫ ഉസ്മാൻ സിന്ധു നദി കടന്നു പോകരുതെന്ന് പറഞ്ഞിരുന്നു എന്ന് ഞാൻ ChatGPT ചോദിക്കുകയാണ്. അപ്പം നബിയുടെ ശിഷ്യനും 3ാമത്തെ ഖലീഫയുമായിരുന്ന ഉസ്മാൻ പറഞ്ഞ വാക്കുകളാണ് ഇവിടെ പറയുന്നത്. അതെ, ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സിന്ധു നദി, ഇൻഡസ് റിവർ കടന്നു പോകരുതെന്ന് തന്നെ സൈന്യങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ മുൻഗാമിയായ ഖലീഫ ഉമർ സ്വീകരിച്ച നയത്തിന്റെ തുടർച്ചയായിരുന്നു. 644 നടന്ന റാസ് യുദ്ധത്തിൽ മുസ്ലിം സൈന്യം സിന്ധു നദിയുടെ പടിഞ്ഞാറൻ തീരത്ത് രാജാ റാസിലിന്റെ സൈന്യത്തെ തോൽപ്പിച്ചു. തുടർന്ന് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു സിന്ധ് പ്രദേശവും ദാരിദ്ര്യവും അനുകൂലമല്ലാത്ത ഭൂമിശാസ്ത്രവും ഉള്ളതിനാൽ സൈന്യം നദി കടന്ന് മുന്നേറരുതെന്ന് നിർദ്ദേശിച്ചു. ഇത് സിന്ധ് നദിയെ റാഷിദൂൻ ഖിലാഫത്തിന്റെ കിഴക്കൻ അതിരായി പ്രഖ്യാപിച്ചു. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു മരണാനന്തരവും ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ നയം തുടരുകയും സിന്ധു നദി കടന്ന് സൈനിക പ്രവർത്തനങ്ങൾ നടത്തരുതെന്ന് ഉത്തരവിട്ടു. ഇതിന്റെ പ്രധാന കാരണം സിന്ധ് പ്രദേശത്തിന്റെ ദാരിദ്ര്യവും അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളും ആയിരുന്നു. ഇത് ഖലീഫ ഉമർ റളിയല്ലാഹു ആരംഭിച്ച നയത്തിന്റെ തുടർച്ചയായി ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു തുടരുകയും ചെയ്തു. അന്ന് ശരിക്കും പറഞ്ഞാൽ അറബികൾക്ക് അറിയാത്ത ഭാഷയാണ്, അറിയാത്ത ടെറൈനാണ്. രണ്ടാമത് അവിടെ നിന്ന് ഒരു ത്രെട്ടും ഇസ്ലാമിക സാമ്രാജ്യത്തിനില്ല. നദി ക്രോസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ പഴയ കാലഘട്ടത്തിലൊക്കെ ഭയങ്കര കഷ്ടമാണ്, എളുപ്പമുള്ള പരിപാടിയല്ല.
മാത്രമല്ല ആ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഭരണകൂടം സ്ഥാപിക്കണം. അത് നമ്മൾക്കറിയാം, മദീനയിൽ നിന്ന് എത്ര ദൂരത്താണ് സിന്ധ്, വളരെ ദൂരെയാണ്. മാത്രമല്ല ദാരിദ്ര്യം, അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ദാരിദ്ര്യമുള്ള ആൾക്കാരെ അവിടെ പോയിട്ട് ആ പ്രദേശം കിടക്കൽ അവർക്ക് അങ്ങോട്ട് കൊടുക്കണം. കൊള്ളയടിക്കാനൊന്നും ആ സമയത്ത് കിട്ടില്ല. അപ്പോൾ ഗസ്വേ ഹിന്ദ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. ഗസ്വേ ഹിന്ദ് ആൾറെഡി പാകിസ്ഥാനാണ്. സിന്ധു നദിയുടെ അപ്പുറവും ഇപ്പുറവും പാകിസ്ഥാനാണ്. അതവർ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. 7-ാം നൂറ്റാണ്ടിൽ തന്നെ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഖലീഫമാരുടെ കാലഘട്ടത്തിൽ തന്നെ. അപ്പം അതുകൊണ്ട് നമ്മളിന്ന് അതിനെ പറ്റിയിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല. നമ്മൾ ഇന്ത്യ കീഴടക്കുക എന്നുള്ളത് ലൈഫായ ഹദീസാണ്. അപ്പോൾ ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ത്യക്കാരെന്തിനാണ് ഭയപ്പെടുന്നത്? ഇന്ത്യ എന്ന് പറയുന്നത് ഇൻഡസ് റിവറിൻ്റെ വശങ്ങളിലുള്ള ആളുകളാണ് യഥാർത്ഥ ഇന്ത്യക്കാർ. പിന്നെ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നു, അവർ പിന്നീട് ആ ഇന്ത്യയിലോട്ട് നമ്മളൊക്കെ കൂട്ടിച്ചേർത്തതാണ്. ബ്രിട്ടീഷുകാരുടെ ഇന്ത്യ അല്ല ഇസ്ലാമിൻ്റെ ഇന്ത്യ, ബ്രിട്ടീഷുകാരുടെ ഇന്ത്യ അല്ല മുഹമ്മദ് നബിയുടെ ഹിന്ദ്. അത് നമ്മൾ മനസ്സിലാക്കുക. അതിനും അപ്പുറം നമ്മളൊരാളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് സ്നേഹത്തിലൂടെയാണ്, ന്യായത്തിലൂടെയാണ്. ന്യായം പറഞ്ഞിട്ടാണ്. കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞാൽ ഞാനും കുടിക്കരുത്. ഞാൻ ഇപ്പോൾ ആരോ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു കഞ്ചാവ് വലിച്ചിട്ട് മറ്റുള്ളവർ ഉപദേശിക്കരുത്. പക, വെറുപ്പ്, അന്യായം, ഗോത്രീയത, ഇതൊക്കെ നമ്മളത് ഉപേക്ഷിക്കണം. എന്നിട്ട് മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കണം. ഇത് ഞാൻ ഉണ്ടാക്കുന്ന ചാനലാണ്. ഞാനതിൻ്റെ ഏകദേശ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. ഇത് ഇനിയിപ്പോൾ ഒരു ആപ്പാക്കി മാറ്റണം. ഇങ്ങനെ പ്ലേ ചെയ്യുമ്പോഴൊക്കെ രസമുണ്ട്. Narrated Anas. The Prophet offered the Fajr prayer near Khaybar when it was still dark. അപ്പോൾ ഇത് ഇസ്ലാം ആഗോള ഭീകരവാദമാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള 4-5 മുസ്ലിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരോട് പറയേണ്ടത് അവരോട് പറയണം. പക്ഷെ ഇന്ത്യയിൽ ഒരിക്കലും മുസ്ലിങ്ങൾ ത്രട്ടേ അല്ല. ഇന്ത്യയിലെ ത്രട്ട് എന്ന് പറയുന്നത് ഹൈന്ദവ ഭീകരവാദമാണ്. അവരാണ് രാജ്യം ഭരിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ്, മലയാളം, ഉറുദു, ഇതാണ് എൻ്റെ മെയിൻ ടാർഗറ്റ്. ഉറുദുവിൽ ഏകദേശം 100 കോടി ആൾക്കാർ അതിൻ്റെ പരിധിയിൽ വരും. മുസ്ലിങ്ങൾ വരും, മറ്റുള്ളവരൊക്കെ വരും. ബംഗ്ല, പിന്നെ കൂടുതലുള്ള ബംഗ്ലയാണ്. പിന്നെ ഇന്തോനേഷ്യയിൽ നമുക്ക് തീരെ അറിയാത്ത, ഉസ്മാൻ പറഞ്ഞ പോലെയുള്ള പരിപാടിയാണ്. നമുക്ക് തീരെ അറിയാത്ത ടെറൈനാണ് അത്. അവിടെ പോയിട്ട് കാര്യമില്ല. പിന്നെ ഇംഗ്ലീഷ്, പിന്നെ തമിഴ്. അപ്പോൾ ഇതിലൊക്കെ ആക്ടിവിസം നടത്താൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് നിങ്ങളുടെ സഹായം വേണം. അതിന് ഞാൻ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് വെറുപ്പില്ലാതെ ഒരു സംഖ്യയോടും ഒരു ഗോത്രീയതയോടും 0 ടോളറൻസ് ആണ്. ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞാലും അംഗീകരിക്കില്ല. കാരണം അത് നമുക്ക് നാശമാണ് ഉണ്ടാക്കുക. സ്നേഹം പറഞ്ഞിട്ട്, സ്നേഹം കൊടുത്തിട്ട് വേണം സ്നേഹം വാങ്ങാൻ. വെറുപ്പ് കൊടുത്താൽ വെറുപ്പ് കിട്ടുള്ളൂ. അത് ആരോടായാലും പറയുകയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തണം. അപ്പോൾ ശരി.